ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഉപയോഗപ്രദമായിട്ടുള്ളൊരു റെസിപ്പി ആയിട്ടാണ്. റെസിപ്പി ഒന്നുമല്ല, ഒരു കുഞ്ഞു ടിപ്പാണ്. അപ്പോൾ മൈക്രോവേവ് ഓവനിൽ കുക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത ഒരുപാട് പേരുണ്ട്. പക്ഷെ നമ്മൾ കുക്ക് ചെയ്യുന്ന ഒരു 90% കറികളിൽ നമ്മൾ ഉള്ളി ഉപയോഗിക്കാറുണ്ടല്ലേ. ഉള്ളി വഴറ്റി നമ്മുടെ സമയം കളയാറുമുണ്ട്, ഒരുപാട് നേരം നിൽക്കേണ്ടി വരാറുമുണ്ട്. അപ്പോൾ ഇന്ന് പെട്ടെന്ന് ഉള്ളി വഴറ്റിയെടുക്കാവുന്ന എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം, അതും നമ്മുടെ മൈക്രോവേവ് ഓവനിൽ വെച്ചിട്ട്. അപ്പോൾ ആദ്യം നമ്മുടെ ഉള്ളിയൊക്കെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം ഉപ്പ് ചേർത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ചേർക്കാറില്ലേ, അതേപോലെ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂണോളം ഞാൻ ഒഴിച്ചിട്ടില്ല കേട്ടോ, കുറച്ച് മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. അത്രയും ഒഴിച്ചിട്ട് നമുക്കൊന്ന് പുരട്ടിയെടുക്കാം. അതിനുശേഷം ഞാൻ മൈക്രോവേവ് ഓവനിൽ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ക്ലോസ് ചെയ്യാം. ഇനി നമുക്ക് ഏത് മോഡാണ് സെലക്ട് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. അപ്പം നമുക്കിതൊന്ന് ജസ്റ്റ് വാടി കിട്ടണം, അത്രമാത്രം മതി. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചൂസ് ചെയ്യാൻ പോണത് നമ്മുടെ മൈക്രോവേവ് പവർ ലെവലാണ് കേട്ടോ. അപ്പോൾ അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ കൂടെ നമ്മൾ എത്ര ടൈം 10 മിനിറ്റാണ് ഇപ്പോൾ ഞാൻ കൊടുക്കാൻ പോണത്. 10 മിനിറ്റ് ക്ലിക്ക് ചെയ്യുക. ദെൻ നമ്മൾ സ്റ്റാർട്ട് ബട്ടൺ ഓൺ ചെയ്യാം. ഇനി നമുക്ക് 10 മിനിറ്റ് കഴിഞ്ഞ് നോക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ ഉള്ളി എടുത്ത് വെളി വെച്ചിട്ടുണ്ട്. കാണുമ്പോൾ നമുക്ക് കണ്ടാൽ മനസ്സിലും പെട്ടെന്ന് സോട്ടായതുപോലെ ഉണ്ട്. അപ്പം നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം, ഇത് എത്രത്തോളം സോട്ടായിട്ടുണ്ടെന്ന് അറിയണ്ടേ. അപ്പോൾ നമുക്കൊരു സ്പൂൺ എടുത്തിട്ട് ഒന്ന് എടുത്ത് നോക്കാം കേട്ടോ. അപ്പം എടുത്ത് നോക്കുമ്പോൾ അറിയാം, നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. ഫുള്ള് നമ്മൾ എണ്ണയിലിട്ട് ഒരുപാട് നേരം നിന്ന് കഷ്ടപ്പെട്ട് വഴറ്റിയെടുക്കുന്നതിനേക്കാളും വളരെ സിമ്പിളായിട്ട് നമുക്കിത് ഓവനിൽ വെച്ചിട്ട് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലും പരിപാടിക്ക് പോവാം, ധൈര്യമായിട്ട് പോവാം, പിന്നെ ഒരു പ്രശ്നവും വരത്തില്ല. അല്ലാതെ നമ്മൾ കറി വയ്ക്കുമ്പോൾ ഒന്ന് കരിഞ്ഞങ്ങാനും പോയി കഴിഞ്ഞാൽ നമ്മുടെ കറിയുടെ മൊത്തം ടേസ്റ്റും പോവും. അപ്പോൾ ഇത് വളരെ നല്ലൊരു ടിപ്പായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്തതേ ഉള്ളൂ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇനി നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ, താങ്ക് യു.